നമസ്കാരം. ആരെയൊക്കെയോ പ്രീണിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് മാത്രമാണ് ഇല്ലാത്ത കുറ്റങ്ങൾ ചാർത്തി ശ്രീ ടി ജെ മോഹൻദാസിനെ കേരള പോലീസ് അറസ്റ്റ് ചെയ്തതും അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കാൻ ശ്രമിച്ചതും. അതിനുവേണ്ടി പുറമേ നിന്ന് നോക്കിയാൽ കാണാൻ കഴിയാത്ത വളരെയധികം നിയമവിരുദ്ധവും ദുരൂഹവുമായ വഴികൾ അവർ സ്വീകരിച്ചു. അതിനെക്കുറിച്ചിട്ടാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഒരാൾക്കെതിരെ ആരോപിക്കപ്പെട്ടിരുന്ന കുറ്റത്തിനുള്ള ഏറ്റവും കൂടിയ ശിക്ഷ 7 വർഷം വരെ ആണെന്നുണ്ടെങ്കിൽ അത്തരം ആൾക്കാരെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് പോലീസ് ഒരു നോട്ടീസ് കൊടുത്തിരിക്കണം. ഇവിടെ ശ്രീ ടി ജി മോഹൻദാസിൻ്റെ ജാമ്യ ഹർജി പരിഗണിക്കുന്ന വേളയിൽ ബഹുമാനപ്പെട്ട കോടതി പ്രോസിക്യൂഷനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അതായത്, ഈ ടി ജിക്കെതിരെ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റങ്ങൾക്കെല്ലാം ഉള്ള ശിക്ഷ ഏറ്റവും കൂടിയാൽ 7 വർഷത്തിന് താഴെ മാത്രമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിന് BNSSൻ്റെ സെക്ഷൻ 35(3) പ്രകാരമുള്ള നോട്ടീസ് കൊടുത്തോ എന്നൊരു ചോദ്യം ചോദിച്ചു. അതിന് പ്രോസിക്യൂഷൻ കൊടുത്ത മറുപടി വളരെ വിചിത്രമായ ഒന്നായിരുന്നു. അതായത്, ഞങ്ങൾ അങ്ങനെ ഒരു നോട്ടീസ് കൊടുത്തിരുന്നു എങ്കിൽ ശ്രീ ടി ജി മോഹൻദാസ് ഒളിവിൽ പോകുമായിരുന്നു എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷൻ്റെ മറുപടി. എന്നാൽ ശ്രീ ടി ജി മോഹൻദാസ് ഒരു മുൻകൂർ ജാമ്യത്തിനുള്ള ശ്രമം നടത്തുകയോ അദ്ദേഹം ഒളിവിൽ പോവുകയോ ഉണ്ടായില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പോലീസ് ഒരാൾക്ക് നോട്ടീസ് നൽകുകയും അതിൽ പറയുന്ന പ്രകാരം പറയുന്ന ദിവസം, പറയുന്ന സമയത്ത്, പറയുന്ന സ്ഥലത്ത് ഈ പ്രതി ഹാജരാവുകയും തുടർന്നും പോലീസ് നൽകുന്ന നിർദ്ദേശങ്ങൾ അയാൾ പാലിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പോലീസിന് അയാളെ അറസ്റ്റ് ചെയ്യാനേ സാധിക്കില്ല. എന്നിട്ടും ഒരാളെ അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രത്യേക കാരണം എന്താണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ രേഖാമൂലം റെക്കോർഡ് ചെയ്യണം. അങ്ങനെ ഈ ടി ജി മോഹൻദാസിന് നോട്ടീസ് നൽകുകയും അദ്ദേഹം ഈ പോലീസ് പറയുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ അനുസരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. അങ്ങനെ വരുന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെടണം എന്ന് ആഗ്രഹിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ അവരൊക്കെ തന്നെ ദുഃഖാകുലർ ആകും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി മാത്രമാണ്, അത്തരത്തിലുള്ള ആൾക്കാരെ പ്രീണിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് പോലീസ് ഈ ടി ജി മോഹൻദാസിന് നോട്ടീസ് നൽകാതിരുന്നത്. കേരള പോലീസ് BNSലെയും IT ആക്ടിലെയും പോലീസ് ആക്ടിലെയും ഒക്കെ ചേർത്ത് ആകെ 6 വകുപ്പുകളാണ് മോഹൻദാസിനെതിരെ ചാർത്തിയിരിക്കുന്നത്. അവ നിയമപരമായി നിലനിൽക്കുന്ന ഒന്നാണോ അല്ലയോ എന്നുള്ള കാര്യമാണ് ഞാനിവിടെ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ടി ജി മോഹൻദാസിനെതിരെ ചാർത്തിയിരിക്കുന്ന ഒന്നാമത്തെ കുറ്റം BNSൻ്റെ സെക്ഷൻ 192 പ്രകാരമുള്ള കലാപ ആഹ്വാനമാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് എന്താണ് കലാപം എന്ന് നോക്കാം. 5 അതിൽ കൂടുതലോ ആൾക്കാർ ഒത്തുചേർന്ന് അവരുടെ കോമൺ ലക്ഷ്യത്തിന് വേണ്ടി, പൊതു ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി ക്രിമിനൽ ഫോഴ്സ് ഉപയോഗിച്ച്, വയലൻസ് ഉപയോഗിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നതാണ് കലാപം. ഏതെങ്കിലും ഒരു നിയമവിരുദ്ധമായ നടപടിയുടെ ഭാഗമായിട്ട്, അതാണ് ഫസ്റ്റ് ക്ലോസ്, നിയമവിരുദ്ധമായ നടപടിയുടെ ഭാഗമായിരിക്കണം. അങ്ങനെ അതിൻ്റെ ഭാഗമായി ഒരു വ്യക്തി, തൻ്റെ വാക്കുകൾ കേൾക്കുന്ന ആൾക്കാർ പ്രകോപിതർ ആയി കലാപം സൃഷ്ടിക്കണം എന്ന ലക്ഷ്യത്തോടെയും തൻ്റെ വാക്കുകൾ അതിന് പര്യാപ്തമാണ് എന്നുള്ള അറിവോടെയും കൂടി വളരെ കഠിനമായതും ദ്രോഹബുദ്ധി ഉള്ളതും അതിരുവിട്ടതുമായ വാക്കുകൾ ഉപയോഗിക്കുന്നതാണ് കലാപ ആഹ്വാനം. അപ്പോൾ ഒരു കലാപാഹ്വാനത്തിൽ ഉണ്ടായിരിക്കേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്, ഒന്നാമതായി അതൊരു ഇല്ലീഗൽ ആക്ടിൻ്റെ ഭാഗമായിരിക്കണം. രണ്ടാമതായി ഈ ആഹ്വാനം നൽകുന്ന ആളിൻ്റെ ലക്ഷ്യം ജനങ്ങളെ കൊണ്ട് കലാപം ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കണം. മൂന്നാമതായി തൻ്റെ വാക്കുകൾ കേൾക്കുന്ന ആൾക്കാർ പ്രകോപിതരായി കലാപം നടത്തും എന്നുള്ള ഒരു അറിവ് അയാൾക്കുണ്ടായിരിക്കണം. അതിനു വേണ്ടിയിട്ട് അയാൾ അതിര് കടന്നതും ദ്രോഹബുദ്ധിയാൽ ഉള്ളതുമായിട്ടുള്ള വാക്കുകൾ പ്രയോഗിക്കണം. അപ്പോൾ ഈ ഘടകങ്ങൾ ഒക്കെ തന്നെ ഒത്തുകൂടിയാലേ ഒരു ആഹ്വാനം ഒരു കലാപ ആഹ്വാനം ആകും. കൂടാതെ ആരെയാണ് പ്രകോപിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യവും ഈ ആഹ്വാനത്തിൽ ഉണ്ടായിരിക്കണം. അതിനെ തുടർന്ന് കലാപം ഉണ്ടായോ ഇല്ലയോ എന്നുള്ള കാര്യവും വളരെ പ്രസക്തമായ ഒന്നാണ്. അപ്പോൾ ഈ ഘടകങ്ങൾ ഒക്കെ തന്നെ ചേരുംപടി ചേർന്നാൽ മാത്രമേ അതൊരു കലാപ ആഹ്വാനം ആകൂ. ഈ ഘടകങ്ങളൊക്കെ തന്നെ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി മുമ്പാകെ സ്ഥാപിച്ചാൽ മാത്രമേ ഒരു പ്രതി ശിക്ഷിക്കപ്പെടൂ. ഇനി നമുക്ക് ടി ജി മോഹൻദാസ് എന്താണ് ചെയ്തത് എന്ന് നോക്കാം. അദ്ദേഹം തൻ്റെ വീട്ടിലിരുന്ന് ഒരു വീഡിയോ എടുത്തു, അതിനെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു. അതിൽ അദ്ദേഹം പറഞ്ഞത് എന്ത് തന്നെയും ആയിക്കോട്ടെ, അദ്ദേഹം ചെയ്തത് ഒരു ഇല്ലീഗൽ ആക്ട് ആയിരുന്നോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഒരാൾ തൻ്റെ വീട്ടിലിരുന്ന് ഒരു വീഡിയോ എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് ഒരു നിയമവിരുദ്ധമായ നടപടിയാണെന്ന് കേരള പോലീസ് അല്ലാതെ മറ്റാരും തന്നെ പറയുകയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു നടപടി ഒരു ഇല്ലീഗൽ ആക്ട് ആയിരുന്നില്ല. അതുതന്നെയാണ് ടി ജി മോഹൻദാസിൻ്റെ ഒന്നാമത്തെ ഡിഫൻസ്. ഏതൊരു കുറ്റകൃത്യം ചെയ്യണമെങ്കിലും ഒരു മെൻസ് റിയ ഉണ്ടായിരിക്കണം, കുറ്റകരമായ മനസ്സ് ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ടി ജി മോഹൻദാസിന് ഒരു കലാപാഹ്വാനം നൽകണം എന്നുള്ള കുറ്റകരമായ മനസ്സുണ്ടായിരുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം.
പോലീസിന്റെ എഫ്ഐആറിൽ പറയുന്നത് ശ്രീ ടി ജി മോഹൻദാസിന്റെ മെൻസ്രിയ കുറ്റകരമായ മനസ്സ് ഡൽഹിയിലെ ജന്തർ മന്ദറിൽ പ്രതിഷേധത്തിൽ പങ്കെടുത്ത ആൾക്കാരെ പ്രകോപിപ്പിക്കണം എന്നുള്ളതായിരുന്നു എന്നാണ്. നാം മനസ്സിലാക്കേണ്ടത് അവിടെ പ്രതിഷേധത്തിൽ പങ്കെടുത്ത ബഹുഭൂരിപക്ഷം ആൾക്കാരും അന്യ സംസ്ഥാനക്കാരായിരുന്നു, മിക്കവാറും നോർത്ത് ഇന്ത്യയിൽ നിന്നും ഉള്ളവർ ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ടി ജി മോഹൻദാസിനെ അവരെ പ്രകോപിപ്പിക്കണം എന്നുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം വീഡിയോ എടുക്കേണ്ടിയിരുന്നത് ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ആയിരിക്കണമായിരുന്നു. അതിനുള്ള കപ്പാസിറ്റിയും അദ്ദേഹത്തിനുണ്ട്. എന്നാൽ അദ്ദേഹം വീഡിയോ എടുത്തത് മലയാളത്തിൽ ആയിരുന്നു. അതിൽ നിന്നും തന്നെ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹത്തിന് ജന്തർ മന്ദറിൽ പ്രതിഷേധത്തിൽ പങ്കെടുത്ത ആൾക്കാരെ പ്രകോപിപ്പിക്കണം എന്നുള്ള ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നില്ല എന്ന്. മോഹൻദാസിന്റെ വീഡിയോ മലയാളത്തിലായിരുന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ തന്നെ അദ്ദേഹത്തിന് ഡൽഹിയിലെ ജന്തർ മന്ദറിൽ പ്രതിഷേധത്തിൽ പങ്കെടുത്ത ആൾക്കാരെ പ്രകോപിപ്പിക്കണം എന്നുള്ള ലക്ഷ്യം ഇല്ലായിരുന്നു എന്നും തൻ്റെ വാക്കുകൾ അവരെ പ്രകോപിതർ ആക്കും എന്നുള്ള ഒരു അറിവ് അദ്ദേഹത്തിന് ഇല്ലായിരുന്നു എന്നും വേണം നാം മനസ്സിലാക്കാൻ. കൂടാതെ നാം മനസ്സിലാക്കേണ്ടത് അവിടുത്തെ പ്രതിഷേധ സമരങ്ങളൊക്കെ കഴിഞ്ഞ് കലാപം കഴിഞ്ഞതിന് ശേഷം ആണ് ശ്രീ ടി ജി മോഹൻദാസ് തൻ്റെ വീഡിയോകൾ ചെയ്തത് എന്നുള്ളതാണ്. അടുത്തതായി കലാപ ആഹ്വാനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകൾ അതികഠിനവും ദ്രോഹബുദ്ധിയോടെ ഉള്ളതും അതിരുവിട്ടതും ആയിരിക്കണം എന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ടി ജി മോഹൻദാസിൻ്റെ വാക്കുകൾ അത്തരത്തിലുള്ള ഒന്ന് ആയിരുന്നോ എന്ന് നമുക്ക് പരിശോധിക്കാം. ടി ജി മോഹൻദാസിൻ്റെ വാക്കുകൾ വെറും സാങ്കല്പികമായിരുന്നു, ഹൈപ്പോത്തറ്റിക്കൽ ആയിരുന്നു. അദ്ദേഹത്തിനായിരുന്നു ഈ പ്രതിഷേധ സമരത്തെ നിയന്ത്രിക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നത് എങ്കിൽ അദ്ദേഹം എന്തൊക്കെ ചെയ്യുമായിരുന്നു എന്നാണ് തൻ്റെ വീഡിയോയിൽ പറഞ്ഞത്. അങ്ങനെ ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള സാങ്കല്പികം ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നത് ഒരിക്കലും തന്നെ ഒരു കലാപ ആഹ്വാനം ആകില്ല എന്ന് നിയമം തന്നെ പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ കേരള പോലീസിന് അത് അറിയില്ലായിരുന്നു. ടി ജിയുടേത് ഒരു പൊളിറ്റിക്കൽ സ്പീച്ചായിരുന്നു എന്നതുകൊണ്ട് തന്നെ അതിലെ ഏതെങ്കിലും ഒരു ചെറിയ ഭാഗം അടർത്തിയെടുത്തതിന് ശേഷം അദ്ദേഹത്തിനെതിരെ കലാപ ആഹ്വാനത്തിനുള്ള കേസ് എടുക്കാനേ കഴിയുമായിരുന്നില്ല. ആ വീഡിയോയുടെ ഫുൾ കോണ്ടക്സ്റ്റ് എന്താണെന്നും സന്ദർഭം എന്താണെന്നും കൂടി കോടതി പരിശോധിക്കും. അതുപോലെ ഈ പോലീസ് പറയുന്നത് പോലെ അദ്ദേഹം ഈ കലാപ ആഹ്വാനം നടത്തി എന്ന് പറയുന്നതിന് തൊട്ട് മുമ്പും പിമ്പും എന്താണ് ടി ജി മോഹൻദാസ് പറഞ്ഞത് എന്നുള്ള കാര്യം കൂടി കോടതി പരിശോധിക്കും. അതുകൊണ്ടാണ് മുഴുവൻ വീഡിയോയും ഡൗൺലോഡ് ചെയ്ത് പോലീസ് തെളിവായി കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. കൂടാതെ ടി ജി മോഹൻദാസ് ആരെയാണ് പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചത് എന്ന് കൂടി പ്രോസിക്യൂഷന് കോടതിയിൽ പറയേണ്ടി വരും. എഫ്ഐആർ പ്രകാരം ജന്തർ മന്ദറിൽ നടത്തിയ പ്രതിഷേധത്തിൽ പങ്കെടുത്ത പ്രവർത്തകരിൽ ഭയവും ആശങ്കയും സൃഷ്ടിക്കാനായി യൂട്യൂബ് ചാനലിൽ കൂടി എന്നാണ് പറയുന്നത്. പോലീസ് പറയുന്നത് ജന്തർ മന്ദറിൽ പ്രതിഷേധം നടത്തിയ ആൾക്കാരെ പ്രകോപിപ്പിക്കാൻ ടി ജി മോഹൻദാസ് ശ്രമിച്ചു എന്നാണ്. എന്നാൽ ടി ജി മോഹൻദാസ് തൻ്റെ വീഡിയോയിൽ ആരെയും തന്നെ പ്രത്യേകം അഭിസംബോധന ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ടി ജി മോഹൻദാസ് ആരെയാണ് പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചത് എന്ന് തെളിവ് സഹിതം പ്രോസിക്യൂഷൻ കോടതിയിൽ സ്ഥാപിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാർ ആയിരിക്കണമായിരുന്നു ടി ജിക്കെതിരെ പരാതിയുമായി പോലീസിനെ സമീപിക്കേണ്ടിയിരുന്നത്. ജാമ്യം നൽകിക്കൊണ്ടുള്ള ഉത്തരവിൽ എടുത്തു പറയുന്നത് പരാതിക്കാരനായ സുഡാപ്പി ജന്തർ മന്ദറിൽ നടന്ന പ്രതിഷേധത്തിൽ പങ്കെടുത്ത ആളല്ല എന്നാണ്. ഇനി അഥവാ ടി ജി മോഹൻദാസിൻ്റെ പ്രസ്താവനകൾ പ്രകോപനപരം ആയിരുന്നു എങ്കിൽ തന്നെയും അത് ഈ പരാതിക്കാരനെ ഡയറക്റ്റായിട്ട് ബാധിക്കുന്ന ഒന്നല്ല എന്നും കോടതി പറയുന്നുണ്ട്. ടി ജി മോഹൻദാസ് തൻ്റെ രണ്ടാമത്തെ വീഡിയോ അപ്ലോഡ് ചെയ്ത ജൂലൈ മാസം 25 മുതൽ നാളിതുവരെ അതിൻ്റെ ഫലമായി ഇന്ത്യയിൽ ഒരിടത്തും തന്നെ കലാപം ഉണ്ടായിട്ടില്ല. ടി ജി മോഹൻദാസ് പ്രകോപനപരമായി സംസാരിച്ചു, അത് കേട്ട ആൾക്കാർക്ക് ദേഷ്യം വന്നു എന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ടി ജി മോഹൻദാസ് നിയമപരമായി നിലനിൽക്കുന്ന രീതിയിൽ ഒരു കലാപ ആഹ്വാനം നടത്തി എന്ന് പ്രോസിക്യൂഷൻ തെളിയിക്കണം. പിന്നെന്തിനാണ് ടി ജി മോഹൻദാസിനെതിരെ കലാപാഹ്വാനത്തിനുള്ള കേസെടുത്തത് എന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല വ്യക്തമാക്കണം. ഇതുപോലെയായിരുന്നു പാവം സ്വപ്ന സുരേഷിന് എതിരെയും പിണറായി വിജയൻ്റെ പോലീസ് കലാപ ആഹ്വാനത്തിനുള്ള കേസെടുത്തത്. ഇപ്പോൾ ബി ഡി സതീശൻ്റെ സർക്കാരും പിണറായി വിജയൻ സർക്കാരിന് പഠിക്കുകയാണെന്ന് തോന്നുന്നു. ഞാനീ പറഞ്ഞ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ടി ജിക്കെതിരെയുള്ള കലാപ ആഹ്വാന കേസ് തെറ്റായ രീതിയിൽ കെട്ടിച്ചമച്ച ഒന്നാണെന്നും അത് ഒരിക്കലും തന്നെ കോടതി മുമ്പാകെ നിലനിൽക്കാൻ പോകുന്നില്ല എന്നും നാം മനസ്സിലാക്കണം. ടി ജിക്കെതിരെ ചാർത്തിയിരിക്കുന്ന അടുത്ത കുറ്റം BNS സെക്ഷൻ 353(1) പ്രകാരമുള്ളതാണ്. അതാണ് അദ്ദേഹത്തിനെതിരെ ചാർത്തിയിരിക്കുന്ന ഒരേ ഒരു നോൺ ബെയിലബിൾ ഒഫൻസ്. ബെയിലബിൾ ഒഫൻസ് ആണെന്നുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും തന്നെ ജാമ്യം കൊടുക്കാവുന്നതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ടി ജിയെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് മാത്രമാണ് ടി ജിയെ അറസ്റ്റ് ചെയ്യാനും അദ്ദേഹത്തെ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാനും വേണ്ടി മാത്രമാണ് ഈ ഒരു സെക്ഷൻ അദ്ദേഹത്തിനെതിരെ ചാർത്തിയത്. ജനങ്ങളിൽ ഭയവും ആശങ്കയും സൃഷ്ടിച്ച് അവരെ പ്രകോപിതരാക്കി അവരെ കൊണ്ട് സർക്കാരിനെതിരെ കലാപം നടത്തുക, സമൂഹത്തിലെ ശാന്തി ഇല്ലാതാക്കുക എന്നതിനു വേണ്ടി പ്രകോപനപരവും തെറ്റായതും ആയ വസ്തുതകൾ ഇലക്ട്രോണിക് മാധ്യമത്തിലൂടെ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ഈ കുറ്റം.
ഈ വകുപ്പ് ചാർത്തണമെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കള്ളപ്രസ്താവനകൾ രാജ്യസുരക്ഷയെയും പബ്ലിക് ഓർഡറിനെയും പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നായിരിക്കണമെന്ന് കേദാർനാഥ് സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ എന്ന കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കുറ്റക്കാരനാണെന്ന് പോലീസ് പറയുന്ന വ്യക്തിക്ക് രാജ്യത്തിൻ്റെ സുരക്ഷയെ തകർക്കണമെന്നും സമൂഹത്തിൽ ഭയവും പരിഭ്രാന്തിയും സൃഷ്ടിക്കണം എന്നുള്ള മെയിൻസ്ത്രീയ ഉണ്ടായിരിക്കണം. തൻ്റെ പ്രസ്താവനകൾ കൊണ്ട് സമൂഹത്തിൽ ഭയവും പരിഭ്രാന്തിയും ഉണ്ടാകും എന്നുള്ള അറിവും അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. എന്നാൽ ഇവിടെ എന്താണ് സംഭവിച്ചത്? ശ്രീ ടി ജി മോഹൻദാസിൻ്റെ വാക്കുകളിൽ അദ്ദേഹം ആയിരുന്നു എങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അല്ലാതെ സമൂഹത്തിൽ ഭയവും പരിഭ്രാന്തിയും ഉണ്ടാക്കുന്ന ഒരു വാക്ക് പോലും അദ്ദേഹം പറഞ്ഞില്ല. ഇവിടെ കുറ്റാരോപിതൻ ആരെയാണ് ഇൻഡ്യൂസ് ചെയ്യാൻ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചത് എന്ന് പ്രോസിക്യൂഷൻ വ്യക്തമായി തെളിയിക്കണം. ടി ജി മോഹൻദാസ് മലയാളത്തിൽ എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ എങ്ങനെയാണ് ജന്തർ മന്ദറിൽ പ്രതിഷേധം നടത്തിയ ആൾക്കാരെ പ്രകോപിപ്പിക്കുന്നത്, അതും പ്രതിഷേധ സമരമൊക്കെ കഴിഞ്ഞ് അവർ പിരിഞ്ഞു പോയതിനു ശേഷം. അതിനാൽ ടി ജി മോഹൻദാസ് BNSന്റെ സെക്ഷൻ 3531B പ്രകാരമുള്ള ഒരു കുറ്റം ചെയ്തു എന്ന് പ്രോസിക്യൂഷന് ഒരിക്കലും തന്നെ തെളിയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ കേസും ടി ജി മോഹൻദാസിനെതിരെ കെട്ടിച്ചമച്ച ഒരു കള്ളക്കേസ് മാത്രമാണ്. ഈ വകുപ്പിനടിയിൽ കോടതി ഒരു കോഗ്നിസൻസ് എടുക്കുന്നതിന് മുമ്പായിട്ട് BNSന്റെ സെക്ഷൻ 217 പ്രകാരമുള്ള സർക്കാരിൽ നിന്നുള്ള ഒരു അനുമതി പ്രോസിക്യൂഷൻ തേടിയിരിക്കണം. ഈ കേസിൽ ടി ജിക്കെതിരെ നമ്മുടെ VD സതീശൻ സർക്കാർ അത്തരത്തിലുള്ള ഒരു അനുമതി കൊടുക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ടി ജിക്കെതിരെയുള്ള അടുത്ത കുറ്റം BNSന്റെ സെക്ഷൻ 3513 പ്രകാരമുള്ള ക്രിമിനൽ ഇൻറ്റിമിഡേഷനാണ്. അതായത് ഒരാളെ കൊല്ലുമെന്നോ അയാളെ കഠിനമായിട്ട് പരിക്കേൽപ്പിക്കുമെന്നോ അല്ലെങ്കിൽ അയാളുടെ വസ്തുവകകൾ തീയിട്ട് നശിപ്പിക്കുമെന്നോ ഒരു സ്ത്രീയുടെ ചാരിത്ര്യ ശുദ്ധിയെ കളങ്കപ്പെടുത്തും എന്നൊക്കെ ഉള്ള ഭീഷണി മുഴക്കുന്നതാണ് ഈ കുറ്റം. ഇവിടെ പരാതിക്കാരനെയോ അല്ലെങ്കിൽ തിരിച്ചറിയാൻ കഴിയുന്ന ആർക്കെങ്കിലും എതിരെയോ ആയിരിക്കണം ഭീഷണി ഉയർത്തേണ്ടത്. ഇവിടെ ടി ജി മോഹൻദാസ് ആരെയാണ് ഭീഷണിപ്പെടുത്തിയത്? പരാതിക്കാരനെ ആണോ? അയാൾ ജന്തർ മന്ദറിൽ നടന്ന ഈ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു. പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്ത ആരെങ്കിലും പരാതി തന്നു? ഇല്ലെങ്കിൽ പിന്നെ ആർക്കാണ് ഇവിടെ പരാതി? ഭരണകൂടം എന്ത് ചെയ്യണമായിരുന്നു എന്ന് മാത്രമേ ശ്രീ ടി ജി മോഹൻദാസ് പറഞ്ഞുള്ളൂ. അല്ലാതെ അദ്ദേഹം ഐ വിൽ ഷൂട്ട് യു എന്ന് പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വകുപ്പും കള്ളമായിട്ട് പോലീസ് കെട്ടിച്ചമച്ച ഒന്ന് മാത്രമാണ്. അത് ഒരിക്കലും തന്നെ കോടതിയിൽ നിലനിൽക്കാൻ പോകുന്നില്ല. അടുത്ത കുറ്റം BNSന്റെ സെക്ഷൻ 79 പ്രകാരമുള്ളതാണ്. അതായത് സ്ത്രീത്വത്തെ അവമാനിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി വാക്ക്, ആംഗ്യം അല്ലെങ്കിൽ പ്രവൃത്തി നടത്തുക അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുക എന്നുള്ളതാണ് ഈ കുറ്റം. സ്ത്രീകൾക്കെതിരെ എന്തെങ്കിലും വൾഗറായി പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം ഈ കുറ്റം നിലനിൽക്കില്ല. പ്രതിക്ക് സ്ത്രീകളുടെ ചാരിത്ര്യ ശുദ്ധിയെ നശിപ്പിക്കണം എന്നുള്ള ലക്ഷ്യം മെൻസ്രിയ ഉണ്ടായിരിക്കണം. അക്കാര്യം ഈ പ്രതി ആ സ്ത്രീയെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും വേണം. അതിനാൽ തന്നെ ആ മുഴുവൻ വീഡിയോയുടെ കണ്ടന്റ് എന്താണ്, അതിലെ വാക്കുകൾ എന്തായിരുന്നു, അത് കേട്ടത് ആരാണ് എന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ വീഡിയോയിലെ ഏതെങ്കിലും ഒരു ഭാഗം അടർത്തിയെടുത്തതിന് ശേഷം ഒരു കുറ്റം ആരോപിക്കാൻ കഴിയില്ല. അടുത്ത കുറ്റം IT ആക്ടിൻ്റെ സെക്ഷൻ 66 പ്രകാരമുള്ളതാണ്. ആ ഒരു വകുപ്പ് ചാർത്തണം എന്നുണ്ടെങ്കിൽ പ്രതി IT ആക്ടിൻ്റെ സെക്ഷൻ 43 പ്രകാരമുള്ള ഒരു കുറ്റം ചെയ്തിരിക്കണം. അല്ലാതെ ഒരു ഒഫൻസീവായിട്ടുള്ള വീഡിയോ പ്രചരിപ്പിച്ചു എന്നതുകൊണ്ട് മാത്രം ഒരാൾക്കെതിരെ ആ വകുപ്പ് ചാർത്താൻ കഴിയില്ല. IT ആക്ടിൻ്റെ സെക്ഷൻ 43 പ്രകാരം കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട തെറ്റായ ഇൻറ്റൻഷനോട് കൂടിയ ഒരു കുറ്റം ആയിരിക്കണം അത്. അതായത് കമ്പ്യൂട്ടർ റിസോഴ്സസിൽ കടന്നു കയറുക, ഡൗൺലോഡ് ചെയ്യുക, പകർപ്പെടുക്കുക, ഡാറ്റ മോഷ്ടിക്കുക എന്നിവയൊക്കെയാണ് ആ കുറ്റങ്ങൾ. സെക്ഷൻ 43-നടിയുള്ള എന്ത് കുറ്റമാണ് ചെയ്തത് എന്ന് എടുത്തു പറയാതെ സെക്ഷൻ 66 ചാർജ് ചെയ്യാൻ കഴിയില്ല. എന്നാൽ ടി ജിക്കെതിരെ അത്തരത്തിലുള്ള എന്ത് കുറ്റമാണ് ചെയ്തത് എന്ന് പ്രോസിക്യൂഷൻ എടുത്തു പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വകുപ്പും ഒരു കെട്ടിച്ചമച്ച കേസാണ്, അതും നിലനിൽക്കാൻ പോകുന്നില്ല. അടുത്ത വകുപ്പ് പോലീസ് ആക്ടിൻ്റെ സെക്ഷൻ 120 ആണ്. അതായത് സന്ദേശങ്ങളിലൂടെ ഒരാളെ ശല്യപ്പെടുത്തുക എന്നുള്ളതാണ് ആ കുറ്റം. ആർക്കാണ് സന്ദേശം അയച്ചത്? എന്ത് സന്ദേശമാണ് അയച്ചത്? ആർക്കാണ് ശല്യമുണ്ടായത്? അത്തരം സന്ദേശങ്ങൾ വീണ്ടും വീണ്ടും അയച്ചു. ആ സന്ദേശങ്ങൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള ഒന്ന് ആയിരുന്നു, അതോ അത് അജ്ഞാത സന്ദേശം ആയിരുന്നു? ഇതൊക്കെയാണ് ഇവിടെ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. സമൂഹ മാധ്യമത്തിൽ യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിലൂടെ ആർക്കും തന്നെ ഈ പോലീസ് ആക്ടിൻ്റെ സെക്ഷൻ 120 പ്രകാരമുള്ള ഒരു കുറ്റം ചെയ്യാൻ കഴിയില്ല. കാരണം എന്താണ്? ഏതെങ്കിലും ഒരാളിന് ഒരു സന്ദേശം അയക്കുന്നതിലൂടെ മാത്രമേ ഇത്തരത്തിൽ ഒരു കുറ്റം ചെയ്യാൻ കഴിയൂ. അങ്ങനെ ആ ഒരു വകുപ്പും നിലനിൽക്കുന്ന ഒരു വകുപ്പല്ല, കെട്ടിച്ചമച്ച കേസാണ്.
അപ്പോൾ ഇതൊക്കെയാണ് ആരെയൊക്കെയോ പ്രീണിപ്പിക്കാൻ വേണ്ടി കേരള പോലീസ് നടത്തിയ കള്ളക്കളികൾ. TG മോഹൻദാസിനെതിരെ ആരോപിച്ചിരിക്കുന്ന ഒരു കുറ്റവും തെളിയിക്കപ്പെടാൻ പോകുന്നില്ല. കേരള പോലീസും ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയും കാണിച്ചത് ശുദ്ധ അസംബന്ധമാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. ജയ് ഹിന്ദ്.